രാജപ്പൻ ഇരിക്ക്. വേണ്ട സാറേ. ഒരാൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നോണം. അതൊരു അനുസരണയുടെ ലക്ഷണമാണ്. ആ സമയത്ത് ഇരുന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും തനിക്ക് അയാളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. മനസ്സിലായോ? ഇനി ഇരിക്കുന്നോ നിൽക്കുന്നോ? സാറിന്റെ മുമ്പ് ഇരിക്കാന്നൊക്കെ പറയുമ്പോ രായപ്പ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ്. സർക്കാർ ഉദ്യോഗസ്ഥർ വെറും സേവകർ മാത്രം. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. ആണോ? അങ്ങനെ ഒരു നിയമം എന്നുമല്ല സാർ ഉണ്ടായത്? ഇരിക്കുന്നത് നിൽക്കുന്നതല്ല സാർ ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാ. മോളുടെ കല്യാണത്തിന് വേണ്ടി താൻ 2 ലക്ഷം രൂപ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടപാലക്കൽ ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. പക്ഷെ ഇപ്പോൾ അയാൾ 5 ലക്ഷം രൂപ തരാനുണ്ട് എന്ന് പറയുന്നു. അത് മാത്രമല്ല, താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. 2 ലക്ഷം വാങ്ങുമ്പോൾ താൻ എന്തൊക്കെ ഈടായി കൊടുത്തു? എന്റെ ഭാര്യയുടെ 5 ചെക്ക് ലീഫ് വീതം 10 എണ്ണം, സ്ഥലത്തിന്റെ ആധാരം, മുദ്ര പേപ്പറിൽ ഒപ്പ്. കഷ്ടം. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ കൊടുത്തേ? അപ്പൊ അത്യാവശ്യമായിരുന്നു സാറേ. ആധാരം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാന്ന് ചെന്നപ്പോ 20 സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപയെ കൂടുതൽ തരില്ല എന്ന് പറഞ്ഞു. അത് കിട്ടണമെങ്കിലോ 1 മാസത്തെ താമസവും. പിന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് കാശ് കിട്ടാൻ പ്രാഞ്ചിയുടെ കഷത്തിൽ തലവെച്ചു കൊടുത്തു. എന്നിട്ട് ആ തല ഊരാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ടു. 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ 20 സെന്റ് സ്ഥലം അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും ഗുണ്ടകളുമായി വന്ന് ഭീഷണിയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. താൻ പ്രാഞ്ചിയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല സാർ. ആരെങ്കിലും സാക്ഷിയുണ്ടോ? ഞാൻ പ്രാഞ്ചിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങുമ്പോൾ ഈശ്വരനല്ലാതെ വേറെ സാക്ഷി ഇല്ലായിരുന്നു. ഈശ്വരൻ സാക്ഷി പറയാൻ കോടതി വരൂ? എടോ, ഇങ്ങനെയുള്ളവരുടെ നിന്ന് പണം വാങ്ങുമ്പോൾ 2 സാക്ഷികളെങ്കിലും വേണം. ഇപ്പൊ എല്ലാ തെളിവുകളും അയാൾക്ക് അനുകൂലമാ. 10 ലക്ഷം താൻ വാങ്ങിയെന്ന് പറഞ്ഞാലും കോടതി വിശ്വസിക്കും. താൻ 2 ലക്ഷം രൂപയാണ് വാങ്ങിയതെന്ന് കള്ളസാക്ഷി പറയാൻ ആരെങ്കിലും കിട്ടൂ? പ്രാഞ്ചിക്കെതിരെ സാക്ഷി പറയാൻ ആരെയും കിട്ടൂല സാറേ. ഈശ്വരന് വിചാരിച്ച് സാർ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഈ SI പ്രതാപചന്ദ്രൻ. ഞാൻ നിയമം വിട്ട് ചില വളഞ്ഞ വഴികളിലൂടെയൊക്കെ ആലോചിക്കുന്നത് തന്നെപ്പോലൊരു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. സാറ് പ്രാഞ്ചി വിളിച്ച് ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ ഞാൻ 2 ലക്ഷം കൊടുക്കാനുള്ളതെന്ന് അയാളെ സമ്മതിക്കും. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കേട്ടോ? ഒരു കാര്യം ചെയ്യ്, രായപ്പൻ ഇപ്പൊ പൊയ്ക്കും. ഞാൻ നാളെ പ്രാഞ്ചിയെ വിളിപ്പിക്കാം. അപ്പൊ വന്നാ മതി. ശരി സാർ. ഓ, പ്രാഞ്ചി, ഈ കേസിൽ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കിയിരിക്കും. ആലിസേ, ഞാനൊരു കാര്യം വെട്ടിത്തുറന്ന് പറയാൻ പോവാ. ആ രായപ്പന്റെ കേസിൽ ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് അകത്താവാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഒരു പാവപ്പെട്ടവന് കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുത്തിട്ട് ഒടുവിൽ അയാളുടെ വീടും സ്ഥലവും പ്രാഞ്ചി എഴുതി മേടിക്കാനുള്ള ശ്രമമാണ്. അതിനെതിരെ ഞാൻ നടപടി എടുത്തിരിക്കും. അതെ, നമ്മുടെ വീടായത്. ഓഹോ. കേസും അറസ്റ്റും നടപടിയൊക്കെ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണം വരാൻ. അല്ലാതെ അത് വലിച്ചെടുത്തോണ്ട് ഇതിനകത്തോട്ട് വന്നേക്കരുത്. പ്രതി നിന്റെ അപ്പനായതുകൊണ്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നടപടിയായി കഴിഞ്ഞ് പ്രതാപേട്ട എന്നോടൊരു വാക്കുപോലും സൂചിപ്പിച്ചില്ല എന്ന് സങ്കടപ്പെടരുത്. ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷ അനുഭവിക്കണം. അതിൽ സ്വന്തം ബന്ധം നോക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. നാളെ ഞാൻ 2 കൂട്ടരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പ്രാഞ്ചി, സോറി, ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് ആണ് തെറ്റുകാരനെങ്കിൽ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഞാൻ പെരുമാറും. അപ്പൊ ഇടയ്ക്ക് കയറാൻ വന്നേക്കരുത്, കേട്ടല്ലോ? ഓന്ന് പറഞ്ഞാ പോലെ ഇടയ്ക്ക് കേറരുത്. എന്താപ്പാ? മോളെ, എന്നെ എന്റെ മരുമൻ നാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ മോളെ? നല്ല വിശേഷം. അപ്പനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാ മരുമോന്റെ പരിപാടി. അതെന്നാ? ആ രാജപ്പന്റെ പരാതിയില്ല. ആണോ? എന്നാ പിന്നെ അങ്ങോട്ട് വരാതെ മുങ്ങിയാലോ? അത് കുഴപ്പാവും. അപ്പൻ ഏതായാലും വാ. തലയൂരി എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ വരുന്നതിന് മുമ്പ് CI സാറിനെ ഒന്ന് വിളിച്ചേക്കണം. ഓ, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. എന്നാ പിന്നെ വെച്ചേക്കണ്ടേ? അതല്ല അലക്സേ, ഈ മാസം തന്നെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 12 പേരെയാ ഞാൻ അറസ്റ്റ് ചെയ്തത്. അതവിടെ. പക്ഷേ തച്ചങ്കോട് ഒരു റൂറൽ ഏരിയ അല്ലേ?
ഇവിടുത്തെ ബ്ലേഡുകാരെ മുഴുവൻ ഞാൻ 3 മാസം കൊണ്ട് ഒടിച്ച് മടക്കി എന്ന് പറയുമ്പോ അതൊരു ചില്ലറ കാര്യമല്ല. ഇനി പലിശ എന്ന് പറയുന്നവന്റെ പഴുപ്പ് ഞാൻ അളക്കും. അലക്സേ, ഇവിടെ ഇപ്പൊ ഒരു കേസ് വന്നിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നമസ്കാരം. സുഖമാണോ? എന്താണ് ഒരു കോപ്രായം? കോപ്രായമല്ല സാറേ, കോച്ചുവാദമാ. തന്റെ കോച്ചുവാദമൊക്കെ ഞാനിന്ന് തീർത്തു തരാം. ഓഹോ, പോലീസ് സ്റ്റേഷനിൽ ആയുർവേദ ചികിത്സയും തുടങ്ങി. ഇന്ന് രാവിലെയാ തുടങ്ങിയത്. അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാ തന്നെ വിളിച്ചു വരുത്തിയത്. ആദ്യം ഇടി, പിന്നെ ഉരുട്ട്, അവസാനം കിഴി. ഒരു പാവത്തിന് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്ത് വഴിയാധാരമാക്കിയ തനിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ സുഖചികിത്സ നടത്തി തരാടോ. അയ്യോ സാർ, എന്തൊക്കെയായി പറയുന്നത്? ഞാൻ കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുത്തു? എന്റെ കർത്താവേ, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? സാറേ, കൊച്ചളാംപ്ലാക്കൽ അച്ഛന്റെ കൂടെ ധ്യാനം കൂടാൻ പോയ പിന്നെ ഞാൻ പലിശയുടെ ഇടപാടെല്ലാം അങ്ങ് നിർത്തി. അന്യായമായി പലിശ വാങ്ങിയ പണമൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു മാപ്പ് അപേക്ഷിച്ചു. എന്നെ കുറിച്ചാണോ സാറേ സാർ ഈ അപവാദങ്ങളൊക്കെ പറയുന്നത്? താൻ ഈട്ടിക്കൽ രായപ്പന്റെ മോളുടെ കല്യാണത്തിന് 2 ലക്ഷം രൂപ കൊടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് താൻ കള്ളക്കണക്കുണ്ടാക്കി. സാറേ, ഞാൻ രായപ്പന് കൊടുത്തത് 2 ലക്ഷമല്ല, 5 ലക്ഷമാ. ഒരു പെങ്കച്ചന്റെ കല്യാണക്കാരിയല്ലേ, പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതി 1 രൂപ പോലും പലിശ വാങ്ങിച്ചിട്ടില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോ കൊടുത്ത കാശ് ഞാൻ തിരിച്ചു ചോദിച്ചു. അതൊരു തെറ്റാണോ സാറേ? ഞാൻ വളരെ മര്യാദയ്ക്ക് അവന്റെ വീട്ടിൽ ചെന്ന്, രായപ്പാ, കാശ് വാങ്ങിച്ചിട്ട് 2 വർഷം കഴിഞ്ഞല്ലോ, എനിക്കിപ്പോ കാശിന് ഇത്തിരി അത്യാവശ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ നേരെ ഒരു ചാട്ടം. കാശ് തരാൻ മനസ്സില്ല, ചുണയുണ്ടേ മേടിക്കാൻ. എന്നിട്ടും ഞാൻ വയലന്റനായില്ല. ഈ നാട്ടിലൊരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടല്ലോ, ആ വഴിക്ക് തിരിയാമെന്ന് കരുതി അന്ന് തന്നെ ഈ സ്റ്റേഷനിൽ ഞാനൊരു പരാതിയും കൊടുത്തിരുന്നു. താൻ പരാതി കൊടുത്തോ? എന്തിനു? അതിപ്പോ ഈട്ടിക്കൽ രാജൻ 2 വർഷം മുൻപ് വാങ്ങിയ 5 ലക്ഷം രൂപ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് 3 ദിവസം മുൻപ് ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് തന്ന പരാതിയായി. ഗൂഢാലോചന. ഈ സ്റ്റേഷനിലെ പോലീസുകാരെ സ്വാധീനിച്ച് താൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായിട്ടുള്ളതാ ഈ പരാതി. ഈ പരാതി സത്യമോ? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുള്ള കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ല? പറഞ്ഞാൽ സാറാ പരാതി കീറിക്കളഞ്ഞാലോ എന്ന് കരുതി. അതെ, കീറി വേസ്റ്റ് ബോക്സിൽ ഇടേണ്ട പരാതിയായത്. ഈ കള്ളപ്പരാതി ഉണ്ടാക്കാൻ കൂട്ടുനിന്ന ആലിസിനെതിരെ ഞാൻ നടപടിയെടുക്കും. തനിക്ക് ആ രായപ്പന്റെ സ്ഥലം സ്വന്തമാക്കണമല്ലേ? അയാളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണം. അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഈ പ്രതാപേന്ദ്രൻ ഇവിടെ SI ആയിരിക്കുമ്പോ തന്റെ ഒരു തെമ്മാടത്തരം നടക്കില്ല. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ കല്യാണം നടത്തിയിട്ട് അത് ചോദിക്കാൻ ചെന്നപ്പോ പോയി പണി നോക്കാൻ പറഞ്ഞ ആ കള്ളന്റായപ്പോ സാറിന് ഇപ്പൊ പുണ്യാളെ. അതിന്റെ പേരിൽ സാർ എന്റെ മേലെ മെക്കിട്ട് കയറാൻ വരുന്നതാ ശരിക്കും തെമ്മാടിത്തരം. പ്രതാപേന്ദ്രൻ സ്പീക്കിംഗ്. സർ, ആ ഒട്ടുപാലക്കൽ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തില്ല എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടോ? അതിപ്പോ സാർ പരാതിയായിട്ട് എങ്കിൽ ഫ്രാൻസിസ് ഒരു പരാതി തരും. താൻ ഇടപെട്ട് എങ്ങനെയെങ്കിലും ആ കാശ് തിരികെ വാങ്ങി കൊടുക്കണം. ശരി സാർ. ആലീസ്, ആ രായപ്പനെ വിളി. വിളിച്ചത് പരമേശ്വര സാർ ആയിരിക്കും. എസ്ഐയെ കൊണ്ട് പറ്റില്ലെങ്കിൽ CA സാർ ഇടപെട്ട് 5 ലക്ഷം എനിക്ക് വാങ്ങിത്തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എടാ രായപ്പാ, നിന്റെ മോള് കെട്ടാമറിയായി പൊരാറിഞ്ഞ് നിന്നപ്പോ കാശ് തന്ന് സഹായിച്ച എനിക്കെതിരെ നീ പരാതി കൊടുത്തല്ലേ? നിന്നോടുണ്ടല്ലോ, നിന്നോട് ദൈവം ചോദിച്ചോളൂ. അതിനു മുമ്പ് ദൈവം ഒരാളോട് ചോദിച്ചോളൂ. എന്തിനെന്നറിയാമോ? 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുടെ കള്ളക്കണക്കുണ്ടാക്കി എന്നെ തട്ടാൻ ശ്രമിച്ചേന്. അതെ അതെ അതെ, നിർത്ത. ഈ പ്രാഞ്ചിക്ക് താൻ 5 ലക്ഷം രൂപ എപ്പോ കൊടുക്കും? 5 ലക്ഷം? സാർ എന്തായി പറയണത്? സത്യം.
കണ്ടോ, നീ എനിക്ക് എഴുതി തരുന്ന എഗ്രിമെന്റ് ചെക്കും 5 ലക്ഷം രൂപ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഒരു മനസാക്ഷിയുടെ പേരിൽ SI സാർ ഇടപെട്ടാൽ അതിൽ നിന്ന് 1 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ കുറയ്ക്കാം. പോയിട്ട് 4 ലക്ഷം രൂപ നീ എനിക്ക് എപ്പോ തരും? ഇതൊരു ചതിയായി പോലെ സാറേ. രാജപ്പ, ഈ കേസ് ഇവിടെ വെച്ച് തീർക്കണമെങ്കിൽ തീർക്കാം, അല്ലെങ്കിൽ തന്നെ ഈ കോടതിയെ സമീപിക്കാം. രായപ്പ, കോടതി പോയാൽ നീ എനിക്ക് 5 ലക്ഷം തരേണ്ടി വരും. എന്തിനാ കോടതി? ഇത് ഇവിടെ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്റെ കയ്യിൽ 1000 രൂപ പോലും തികച്ചെടുക്കാനില്ല. വേണ്ട, നിന്റെ പേരിലുള്ള 20 സെന്റ് സ്ഥലം എന്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളുടെ പേരിൽ നീ എഴുതി തന്നാ മതി. നാട്ടു നടപ്പുള്ള ഒരു വില ഞാൻ നിനക്ക് തരാം. നീ എനിക്ക് തരാനുള്ള പണം കഴിച്ച് ബാക്കി ഞാൻ നിനക്ക് അങ്ങോട്ട് തരാം. ഈ തീരുമാനത്തിൽ രായപ്പൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാൻ എതിർത്തിട്ട് എന്താ സാറേ കാര്യം? നീതി നിയമം എന്നും കാശുകാരുടെ കൂടെ അല്ലേ? സാറ് പറയുന്ന പോലെ ചെയ്യാം. അലസേ, 2 പേരുടെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോണം. ശരി സാർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഞാനിപ്പോ കാണിച്ച CI സാറിനോടുള്ള കൂറം, അല്ലാതെ തന്നോടുള്ള താല്പര്യമല്ല. അതുകൊണ്ട് ചെവി നുള്ളിക്കോ. ആ പാവത്തിന്റെ സ്ഥലം സ്വന്തമാക്കി അയാൾ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള തന്റെ ശ്രമം ഞാൻ പൊളിക്കും. അതിന് SI പ്രതാപേന്ദ്രൻ ഒരിക്കൽ കൂടി ജനിക്കണം. ഓ, ഇത്ര നിസ്സാരമായ കാര്യത്തിന് ഈ ജന്മം തന്നെ ധാരാളം. എങ്കിൽ നമുക്ക് കാണാം. നമുക്ക് കാണാം. രേബ, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ചില സമ്മർദ്ദങ്ങളുടെ കാരണമാണ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് തന്നോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. ഇനി പറഞ്ഞിട്ട് എന്താ സാറേ കാര്യം? 8 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കൊടുക്കാന്ന് എഗ്രിമെന്റ് ചെയ്തു. പക്ഷേ കയ്യിൽ കിട്ടുന്നത് 4 ലക്ഷം. അത് പറയാനാ ഞാൻ വന്നത്. ഇപ്പൊ എഗ്രിമെന്റിലേ ആയുള്ളൂ. താൻ വക്കീൽ മുഖാന്തരം ഒരു കേസ് കൊടുക്കണം. കേസിലേക്ക് പോയി ഒരുപാട് കാശാവും. ഇപ്പൊ തന്നെ നല്ല ബാധ്യതയുണ്ട്. എങ്കിലും ഒരു കാര്യം ചെയ്യും, ബ്ലേഡ് പലിശക്കാരൻ ഭീഷണിപ്പെടുത്തി സ്ഥലം എഴുതി വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാട്ടി ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി കൊടുക്ക്. അല്പം കൂടി കടന്നൊരു കൈയുണ്ട്. വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്പം ഒന്ന് ഇടിച്ചു വിളിക്കണം. എന്നിട്ട് ഇന്നലെ രാത്രി ബ്രാഞ്ച് ഗുണ്ടകളുമായിട്ട് വന്ന് ചെയ്തു എന്ന് കാട്ടി DYSPക്ക് ഒരു പരാതി കൊടുക്കും. കൂട്ടത്തിൽ പത്രത്തിലും ചാനലിലും. നാട്ടുകാരെ കൂടെ കൂട്ടിക്കോ. താമസിക്കുന്ന വീട് ഇടിച്ചു വിളിക്കാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല സാറേ. വീട് വിളിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ ഏർപ്പാടാക്കാം. അതൊന്നും വേണ്ട സാറേ. കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഒരു കൊച്ചു കൂരയും വെച്ച് ജീവിച്ചോളാം. നോ, പ്രാഞ്ചിയെ പോലുള്ള ബ്ലേഡുകാരെ ഒരു പാഠം പഠിപ്പിക്കാൻ രാജപ്പൻ എന്റെ കൂടെ നിൽക്കണം. ഇല്ലെങ്കിൽ ബ്ലേഡ് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് കാട്ടി എനിക്ക് രാജപ്പനെതിരെ നടപടി എടുക്കേണ്ടി വരും. രാജപ്പൻ നാളെ രാത്രി മാരിയൻകുട്ടി എവിടേക്കെങ്കിലും ഒന്ന് മാറിയുന്നു. അതെന്തിനാ സാറേ? നാളെ രാത്രി ചില സംഭവങ്ങൾ നടക്കും. രാജപ്പൻ പൊയ്ക്കോ. അതെ, ഞാൻ പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് ചെയ്യാവൂ. അതിന്റെ നേട്ടം തനിക്കായിരിക്കും. ഓക്കെ, ശരി. സാർ എന്ത് ഭാവിച്ചാ? വീടൊക്കെ ഇടിച്ചു പൊളിച്ചാലേ ഓപ്പ് മാറും, ഒടുവിൽ വലിയ പ്രശ്നമാവും. സെബാസ്റ്റ്യ സാർ, വക്കീലിനേക്കാൾ ക്രിമിനൽ ബുദ്ധിയുണ്ട് ഒരു പോലീസുകാരന്. ആ ബുദ്ധി കൊണ്ട് പ്രാഞ്ചിയെ ഞാൻ ഇപ്രാവശ്യം അകത്താക്കും. പ്രാഞ്ചിക്ക് നല്ല പിടിപാടാണ്. അതറിയാം. CI സാറിന്റെ പരോക്ഷ പിന്തുണ ഉള്ളതുകൊണ്ട് പ്രാഞ്ചിയെ അറസ്റ്റ് ചെയ്യാൻ നിസ്സാര വകുപ്പുകൾ പോരാ. മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ച് രാജപ്പന്റെ പരാതി, പിന്നെ ഭീഷണിപ്പെടുത്തി സ്ഥലം എഴുതി വാങ്ങിക്കൽ, 3 വീട് ഇടിച്ചു പൊളിക്കാൻ ശ്രമം. നാട്ടുകാരിളകും, വാർത്തയാവും. അപ്പോൾ ഇപ്പൊ സംരക്ഷിക്കാൻ പറഞ്ഞ CI സാർ വിളിച്ചു പറയും പ്രാഞ്ചി അറസ്റ്റ് ചെയ്യും. ഇതൊക്കെ നടക്കൂ സാറേ? നടത്തും. സാർ പോയി വീട് വിളിക്കും. ആരാ പൊളിക്കാൻ പോകുന്നതെന്ന് സെബാസ്റ്റ്യൻ കണ്ടോ? SI പ്രതാപചന്ദ്രന്റെ കളികൾ പ്രാഞ്ചി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. വണ്ടിയുടെ സെബാസ്റ്റ്യൻ. എത്ര ഉന്നത ബന്ധമുണ്ടെങ്കിലും രാജപ്പന്റെ വസ്തുവകകൾ സ്വന്തമാക്കാൻ നിന്റെ അപ്പം കുറച്ച് ബുദ്ധിമുട്ടും. അതില് രാജപ്പൻ എഗ്രിമെന്റ് വെച്ചല്ലോ, നാളെ ഇടപാടും തീർക്കും. പക്ഷേ ഈ കളിയിൽ പ്രാഞ്ചിക്ക് വലിയ നഷ്ടം വരും. ആ എഗ്രിമെന്റ് കൊണ്ട് രാജപ്പൻ കേസിന് പോയാൽ പ്രാഞ്ചി കുടുങ്ങും. ഭീഷണിപ്പെടുത്തിയാണ് സ്ഥലം എഴുതി വാങ്ങിയെന്ന് കേസ് കൊടുത്തിട്ട് രാജപ്പൻ ആ വീട്ടിൽ നിന്ന് താമസം മാറാതിരുന്നാൽ പ്രാഞ്ചിയുടെ മുടക്കിയ പണം അത്രയും വെള്ളത്തിലാവും. കേസ് സ്ട്രോങ് ആയാൽ
മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ച് ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് ജയിലിലാവും. പ്രതിസ്ഥാൻ തന്റെ ശത്രുവായിപ്പോയി. ഇല്ലെങ്കിൽ രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. പക്ഷെ ഞാനതൊരിക്കലും പറയില്ല. ഓ പറയണ്ട, പ്രതാപേട്ടന്റെ ബുദ്ധിയല്ലേ, മണ്ടത്തരമായിരിക്കും. ആര് പറഞ്ഞു എനിക്ക് മണ്ടം ബുദ്ധിയാണെന്ന്? അതാരെങ്കിലും പറയണോ? ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പനൊരു വഴിയുണ്ടെന്ന് പ്രതാപേട്ടൻ തന്നെയാ പറഞ്ഞത്. അതൊരു പോലീസുകാരന്റെ ബുദ്ധിയാണോ എന്ന് കേട്ടാലല്ലേ പറയാൻ പറ്റൂ. എന്റെ ഈ ബുദ്ധി നടപ്പിലാക്കണമെങ്കിലേ നല്ല ചങ്കുറപ്പ് വേണം. രാഖി രാമായണൻ രാജപ്പന്റെ വീട് ഇടിച്ച് നിരത്തണം. അങ്ങനെ ഒരു വീടേ അവിടെ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർത്താൽ പ്രാഞ്ചി രക്ഷപ്പെട്ടു. അത് ചെയ്യാനുള്ള പ്രാപ്തി പ്രാഞ്ചിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാഞ്ചിക്ക് ഈ കച്ചവടം ഭീമമായ നഷ്ടമായിരിക്കുമെന്ന്. നിന്റെ കെട്ടിയോണ്ട് എന്നാത്തിന്റെ സുഖട്ടാടി ആ രാജപ്പനെ ഒലിച്ചു കൊടുക്കേണ്ട കാര്യം എന്നാ അവന്? അത് അപ്പനോടുള്ള വൈരാഗ്യം. പിന്നെ CI പരമേശ്വരൻ സാർ അപ്പനോട് കാട്ടുന്ന താല്പര്യവും പ്രതാപേട്ടന് ഇഷ്ടമല്ല. ആ രാജപ്പൻ എനിക്ക് സ്ഥലം തരാമെന്ന് എഗ്രിമെന്റ് വെച്ചു. നീ നിയമപരമായിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സ്ഥലത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. രാജപ്പൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് വാശി പിടിച്ച പൊക്കിയെടുത്ത് വെളിയിലെറിയും ഞാൻ. അപ്പൊ ആളുകൾ കൂടും, പ്രശ്നമാവും. രാജപ്പനെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വരും. ഒടുവിൽ അപ്പന് ഉള്ളതും കൂടി ഇല്ലാതാവും. അല്ല മോളെ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഒരു സുപ്രഭാതത്തിൽ ആളുകൾ ഉണർന്നു നോക്കുമ്പോ ഒരു ഭൂകമ്പത്തിൽ എന്ന പോലെ രാജപ്പന്റെ വീട് തകർന്നു കിടക്കുന്നത് കണ്ടാലോ? വീടില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയി കിടക്കും? കൊള്ളാം, പ്രതാപേന്ദ്രന്റെ കൂടെ കൂടി നീ ഒരു വക്രബുദ്ധിനിയായി. ഇത് എന്റെ ബുദ്ധിയല്ല, പ്രതാപേട്ടന്റെ വായിന്ന് അറിയാതെ ചാടിയതാ. രാജപ്പൻ അവിടെ നിന്ന് ഇറങ്ങാത്തിടത്തോളം കാലം അപ്പൻ ആ വീട് സ്വന്തമാക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ വീട് ഇടിച്ചു പൊളിച്ച് കളയണോന്ന്. ഓഹോ, കർത്താവ് എന്റെ കൂടെയാണെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എന്റെ മരുമോന്റെ വായിന്ന് എനിക്ക് അനുകൂലമായ ഒരു ബുദ്ധി വരുമോ? വീട് വിളിച്ച വല്ല കുഴപ്പമുണ്ടാവുമോ എന്ന് വക്കീലിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ഹലോ വക്കീലേ, ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അല്ലേ? ഓ ശരി ശരി, താങ്ക് യു. എന്നാ പറഞ്ഞു മോളെ? അവൻ അവകാശം പറഞ്ഞ് വരാതിരിക്കാൻ അത് തന്നെ ഉഗ്രമാർഗമെന്ന് വക്കീൽ ഇപ്പൊ പറഞ്ഞു. ഈ ഐഡിയ എങ്ങനെ തോന്നിയെന്ന് അങ്ങേരിപ്പോ ചോദിച്ചത്? അതാണ് പോലീസ് ബുദ്ധി. ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടാണോ അവൻ പോലീസ് ആയത്? വക്കീലായാ മതിയായിരുന്നു. വേണ്ട, പോലീസ് മതി. എടി വക്കീലായിരുന്നെങ്കിൽ എനിക്ക് പേടിക്കാതെ ജീവിക്കായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നൊരു കാര്യം, വീട് പൊളിക്കുമ്പോ രാജപ്പനോ ഭാര്യക്കോ ഒരു അപകടവും പറ്റിയേക്കരുത്. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റിയല്ല. ഇല്ലേ? അവർക്ക് എന്തെങ്കിലും പറ്റിയാലേ വകുപ്പ് മാറും. കൊലപാതക ശ്രമത്തിന് അപ്പനെതിരെ കേസും എടുക്കും. അത് കുഴപ്പമാവോടി? ഒരു കാര്യം ചെയ്യാം, അക്രമ ഭീഷണി ഉള്ളത് കൊണ്ട് ഒരു ദിവസത്തേക്ക് അവരുടെ ബന്ധു വീട്ടിലേക്കൊന്ന് മാറി നിൽക്കാൻ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. അത് നല്ല ഐഡിയ. എങ്കിൽ ഇന്ന് രാത്രി തന്നെ സംഗതി ഞാൻ പൊളിപ്പിച്ചോളാം. അതെ, ആ ജോണിക്കുട്ടി ഒന്നും ഇതിനകത്ത് ഇടപെടുത്തിയേക്കല്ലേ. അതിന് അവനെ ആരടപെടുത്താൻ പോകുന്നു? അല്ലെങ്കിൽ തന്നെ ഡൽഹിക്ക് പോകാനുള്ള ജ്വരമൂത്ത് നടക്കുക. ചൈൽഡ് കമ്മിറ്റിക്കാരുടെ 15 ദിവസത്തെ ടൂറ്, അതിനുള്ള ഒരുക്കത്തിലാ പുള്ളിക്കാരൻ. എന്നാ പിന്നെ ഒട്ടും ഇടപെടുത്തണ്ട. വെറുതെ അലമ്പുണ്ടാക്കി ഒടുവിൽ യാത്ര മുടങ്ങിയിരിക്കും. അല്ലെങ്കിൽ എനിക്കിത് കൈകാര്യം ചെയ്യാനുള്ള കാര്യം ഉള്ളു മോളെ. അതെ, അവനെ ഇന്ന് തന്നെ അവിടുന്ന് മാറ്റുന്ന കാര്യം നീ ഒന്ന് ഏറ്റാ മതി. അത് ഞാൻ ഏറ്റു. എങ്കിൽ ഇന്ന് രാത്രി തന്നെ വീട് പൊളിക്കുന്ന കാര്യം ഞാൻ. സാറേ, താനെന്താടെ വെടികൊണ്ട വന്നേ? പൊളിച്ചു സാറേ. ഞാൻ താമസിച്ചിരുന്ന വീട് പ്രാഞ്ചി ഇടിച്ച് പൊളിച്ചു. എങ്ങനെ? സാറ് പിന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഇന്നലെ രാത്രി അവിടെ താമസിക്കണ്ടെന്ന്. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു? ഞാൻ ഇന്നലെ ഭാര്യയുടെ അനിയത്തിന്റെ വീട്ടിലായിരുന്നു. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഒരു കട്ട പോലും ശേഷിക്കാതെ മൊത്തം ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു. അയൽക്കാർ പറഞ്ഞു വെളുപ്പാങ്കാലത്ത് JCBയുമായി പ്രാഞ്ചിയും പണിക്കാരും കൂടി ചേർന്ന് ചെയ്തതാണെന്ന്. എന്റെ കിടപ്പാടവ് തകർന്നടിച്ച് കിടക്കുന്നത്. അപ്പൊ സാറിന് ചിരിക്കുകയാണ്. രാജപ്പാ, അവിടെ തകർന്നു കിടക്കുന്ന തന്റെ വീടല്ല, പ്രാഞ്ചിയുടെ ജീവിതം. നാട്ടുകാർ മുഴുവൻ കണ്ടതാണല്ലോ അയാൾ കുളിക്കുന്നത്. അതെ, മതി. ഇനി പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ച് പടമെടുപ്പിക്കണം. ഒരു ബ്ലേഡുകാരന്റെ അഴിഞ്ഞാട്ടം പാവപ്പെട്ട തൊഴിലാളി വഴിയാധാരമായി. പ്രാഞ്ചിയെ കൊടുക്കാൻ ഇനി വേറൊന്നും വേണ്ട. വീടിച്ച് നിർത്തിയതിന് പ്രാഞ്ചി എങ്ങനെ കൊടുക്കുന്നത്? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എങ്ങനാ കുടുങ്ങാൻ പോകുന്നത് ഞാൻ തന്നെ കാണിച്ചു തരാം. പെട്ടെന്ന് ഒരു പരാതി എഴുതു. പ്രാഞ്ചി തന്റെ വീട് തകർത്തു എന്ന് കാട്ടി.
ഞാൻ ഇന്നലെ പറഞ്ഞ ഐഡിയ അതുപോലെ പോയി അപ്പന് പറഞ്ഞു കൊടുത്തല്ലേ? അത് പ്രാഞ്ചിയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇപ്പൊ കണ്ടോ, സ്വന്തം പിതാവിന് അഴിയെണ്ണാനുള്ള അവസരം മോളായി ഉണ്ടാക്കി കൊടുത്തത്. മനസ്സിലായില്ല. അധികം താമസിക്കാതെ മനസ്സിലാക്കി തരാം. ഇനി CA പരമേശ്വർ സാറല്ല, DGP വിചാരിച്ച പോലും പ്രാഞ്ചി രക്ഷിക്കാനാവില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യണം. എന്ത് കാര്യത്തിന്? ഇനി അത് മനസ്സിലായില്ല? രാജപ്പന്റെ വീട് ഇടിച്ചു നിരത്തിയതിന് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ രാജപ്പന്റെ പരാതിയിന്മേൽ ഞാൻ ഒട്ടുപാലക്കൽ ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്റെ കൂടെ വന്നാൽ സ്വന്തം പിതാവിനെ കയ്യാമം വെക്കുന്ന ആ മഹനീയ കർമ്മം കണ്ട് ആസ്വദിക്കാം. രായപ്പ, താൻ ഒരു പരാതി എഴുതി ഓഫീസിൽ കൊടുത്തേരെ. അപ്പോഴേക്കും ഞാൻ പ്രാഞ്ചിയെ പോയി കസ്റ്റഡിയിൽ എടുത്തിട്ട് വരാം. നമസ്കാരം. വെറുതെ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതി. ഓ, അതെന്തായാലും നന്നായി. യു ആർ അണ്ടർ അറസ്റ്റ്. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറുന്നവനെ അറസ്റ്റ് ചെയ്യാൻ വലിയ മിടുക്കാണല്ലോ കേരള പോലീസിന്. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് SI സാർ ഇതൊന്ന് വായിക്കണം. എന്തായത്? വാടക ചീട്ട്. എനിക്ക് ഈ രായപ്പന്റെ 20 സെന്റ് സ്ഥലം വേണമായിരുന്നു. അതിന്റെ രജിസ്ട്രേഷൻ ഇന്നലെ രാവിലെ നടന്നു. ഇവന്റെ ഇടപാടങ്ങ് ഒഴിവാക്കി. പിന്നെ വീട്, ആ വീടിന്റെ വാടക ചീട്ടായത്. അപ്പൊ ഇത് രാജപ്പന്റെ വീടല്ലേ? അല്ല, കഴിഞ്ഞ 15 വർഷമായി എന്റെ പേരിൽ ഇരിക്കുന്നതും കഴിഞ്ഞ 2 വർഷമായി ഇവൻ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന വീടാണ്. ഈ എഗ്രിമെന്റ് പ്രകാരം കഴിഞ്ഞ മാസം 15-ാം തീയതി ഇവൻ അവിടെ നിന്ന് ഇറങ്ങി തരേണ്ടതായിരുന്നു. പക്ഷെ ഇറങ്ങി തരില്ല എന്ന് വാശി പിടിച്ചപ്പോഴാ ഞാൻ ഭീഷണിപ്പെടുത്തിയത്. ഈ താമസിച്ചോണ്ടിരുന്ന പ്രാഞ്ചിയുടെ വീടാണെന്ന് എന്താ നേരത്തെ പറയാം? സാർ ചോദിച്ചില്ല. ഞാൻ വാടകക്കാരനാ. എന്റെ 20 സെന്റ് സ്ഥലം ഫ്രാഞ്ചായിട്ട് വീടിന്റെ അടുത്താ. ഇത് രണ്ടും രണ്ടാ. സാറേ, എങ്ങനെ ഇവനെ ഒഴിപ്പിക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാ സാറിന്റെ ബുദ്ധി എന്റെ മോൾ എനിക്ക് പറഞ്ഞു തന്നത്. വക്കീലിനോട് ചോദിച്ചപ്പോഴും ഒഴിപ്പിക്കാനുള്ള അറ്റ കയ്യാ ഇതെന്ന് പറഞ്ഞു. ആ വീടിന്ന സ്ഥലത്ത് എനിക്കിനി പുതിയ കെട്ടിടം പണിയാ. ഈ ബുദ്ധി ഉപദേശിച്ചു തന്നതിന് മരുമോനമാന് പ്രത്യേകം നന്ദി.